ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നോമ്പ് തുറക്ക് എന്താ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് കുറേ നേരമൊക്കെ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇന്നലെ വാങ്ങിച്ച ബ്രെഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കിടിലം ഐറ്റം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു 4 മണി പലഹാരമൊക്കെ ഇല്ലേ, അങ്ങനെ ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു പക്കാവടയൊക്കെ പോലെയൊക്കെ ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ആദ്യം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ അതാ നമ്മൾ അതിനായിട്ട് ഒരു 4-5 ബ്രെഡാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 2-3 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കോഴിമുട്ട, പിന്നെ 2-3 പച്ചമുളക്. അപ്പോൾ ഈ ഒരു ബ്രെഡൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യണം. നമ്മൾ മിക്സിയിലിട്ടിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ കൈകൊണ്ടൊന്ന് ഞെരടി കൊടുത്താൽ മാത്രം മതി. പിന്നെ അരിഞ്ഞ് വെച്ച സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. സവാള ചേർത്ത് പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ നമ്മുടെ നാടൻ കറിവേപ്പിലയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 2 തണ്ടോ 3 തണ്ടോ നമുക്ക് വലിയ ഇലയാണെങ്കിൽ മുറിച്ചിട്ടിടുക, അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ മല്ലിത്തഴയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതി. മല്ലിയിലയോ അതുപോലെ പുതിനയില ഏത് ഇല വേണമെങ്കിലും നമുക്ക് ഇടാം. ഈ ഒരു കറിവേപ്പിലയാണ് ഞാൻ ഇടുന്നത്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, ഒരു കളറിന് ആവശ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പും ചേർത്തണം. അതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്യട്ടെ. പിന്നെ നമുക്ക് ഇതിൽ വേറെ എന്താണ് അഡീഷണൽ ചേർത്തുക എന്ന് വെച്ചാൽ കുറച്ച് കടലമാവ് ഉണ്ടെങ്കിൽ അത് ചേർത്താം. ഇപ്പം ഞാൻ മൈദ മാവാണ് ചേർത്തുന്നത്. ഒരു 3-4 സ്പൂണ് മൈദ മാവ് ചേർത്തുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് വെള്ളം ഇപ്പോൾ തന്നെ ചേർത്തണ്ട. ഞാനൊരു സ്പെഷ്യൽ ഐറ്റവും കൂടെ ഞാനിതിൽ ചേർത്തുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു കോഴിമുട്ടയാണ് ഞാൻ അതിലേക്ക് ചേർത്തുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുട്ടികൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പല രീതിക്കും ബ്രെഡും കോഴിമുട്ടയും കൊണ്ടൊക്കെ പരീക്ഷിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇതുപോലെ നിങ്ങളൊന്ന് പരീക്ഷിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാനതൊക്കെ നന്നായി ഒന്ന് കുഴച്ച ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കോഴിമുട്ടയൊക്കെ ഒഴിച്ചിട്ട് ഉപ്പൊക്കെ പാകത്തിന് നോക്കി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞ്, ഒരുപാട് നേരം വെക്കാൻ പറ്റില്ല, വെള്ളം ഊർന്ന് വരും അതിന്ന്. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെച്ചതിന് ശേഷം നമ്മൾ അത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങണം. അപ്പോൾ ഞാൻ അതിനായിട്ടതാ ഒരു കുണ്ടുള്ള ഒരു ചീനച്ചട്ടി, ഒരു പഴയ ചീനച്ചട്ടിയാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ആ ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ഒരു രീതിക്ക് ഇങ്ങനെ പരത്തൊന്നും വേണ്ട ആവശ്യമില്ല. അതിന് ഒരു പക്കവടയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ട് മാത്രമാണ് വ്യത്യാസമുള്ളൂ. പക്കവട ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഓരോന്നോരോന്നായി നമുക്ക് ആ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ബ്രൗൺ കളർ ആയി വെച്ച് അത് നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗം ഒരുപോലെ വേകണമല്ലോ. അപ്പോൾ അതിനായിട്ടതാ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ബ്രെഡും അതിൽ കോഴിമുട്ടയൊക്കെ ചേരുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഞാനിത് 2 തവണയായിട്ട് ഇടേണ്ട ആ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളും എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ നിങ്ങൾ കൂടുതലോ കുറച്ചോ ഒക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാനതെല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയുള്ള ഒരു പലഹാരം അല്ലേ, ഒരു 4 മണി പലഹാരം അല്ലേ, ഒരു സ്നാക്ക്. അപ്പോൾ നിങ്ങളത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ്സ് അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ.